ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കൾ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ്. നമ്മൾ 4th ചാപ്റ്ററിലാണ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4th ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൽ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സസൈസ് 4.3 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മക്കളെ: എ ലോങ് സ്ട്രെയിറ്റ് വയർ ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്യാരീസ് എ കറണ്ട് ഓഫ് 50 ആംപിയർ ഇൻ നോർത്ത് ടു സൗത്ത് ഡിറക്ഷൻ. ഗിവ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 2.5 മീറ്റർ ഈസ്റ്റ് ഓഫ് ദ വയർ. മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ പറയാം. ആംപിയർ സർക്യൂട്ട് ലോയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. നിങ്ങൾ അവസാനം വരെ കാണും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ നമുക്കൊന്ന് എഴുതി വെക്കാം. ക്വസ്റ്റ്യനിൽ കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ് കറണ്ടിൻ്റെ വാല്യൂ? 50 ആംപിയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പിന്നെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമുക്കൊരു ജസ്റ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈ രീതിയിലാണുള്ളത്. ഓക്കെ, നമുക്ക് ഒരു കണ്ടക്ടർ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, കണ്ടക്ടർ ഇങ്ങനെയുണ്ട്. കണ്ടക്ടർ നോർത്ത് സൗത്ത് ഡയറക്ഷൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലായി തന്നെ വരക്കാം. ഓക്കെ, നോർത്ത് സൗത്ത്, ഇവൻ ഈസ്റ്റ് ആണ്, ഇവൻ വെസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടക്ടർ ഏത് ഡയറക്ഷനിലാണെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പോൾ ഇങ്ങോട്ടേക്കല്ല കറണ്ട് ഒഴുകുന്നുണ്ടാവുക. അപ്പോൾ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മക്കളെ? നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിൻറ്റ് 2.5 മീറ്റർ ഈസ്റ്റ് ഓഫ് ദ വയർ. അതായത് ഇതല്ല ഇങ്ങോട്ടേക്ക് ഈസ്റ്റ്. അപ്പോൾ ഈ 2.5 മീറ്റർ വയറിൽ നിന്നും ഈസ്റ്റിലുള്ള ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്ഷനും കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഒരു സ്ട്രെയിറ്റ് വയർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? B = ആദ്യം നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അതിനുശേഷം ഡയറക്ഷൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബാക്കി 99 വീഡിയോസ് കാണാത്തവർ നിർബന്ധമായിട്ട് കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ചാപ്റ്ററിൻ്റെ NCERT എക്സസൈസ് ആണ് നമ്മൾ ഫുള്ള് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് സെറ്റാക്കാം കേട്ടോ. ഓക്കെ, μ0I / 2πr ഈ ലെവൽ ഇപ്രാവശ്യം നിർബന്ധമായിട്ട് NCERT എക്സസൈസിൽ നിന്ന് തന്നെയാണ് ഹാഫ് ഇയർ എക്സാമിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ടോപ്പ് മാർക്ക് വേണമെങ്കിൽ ഷുവർലി നിങ്ങൾ NCERT എക്സസൈസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു കേട്ടോ. 4.10⁻⁷ ആണ് μ0ൻ്റെ വാല്യൂ. ഐൻ്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. ഡിവൈഡഡ് ബൈ 2π × r. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5. 2.5നെ 5/2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 2 കട്ട് ചെയ്യാം. ഈ 5 50 കട്ട് ചെയ്താൽ ഇവിടെ 10 ഉണ്ട്. എന്ത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം അല്ലേ? ഈ പൈ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 10ഉം 10⁻⁷ കട്ട് ചെയ്താൽ ഒരു 10⁻⁶ ആണ് ബാക്കി ഉണ്ടാവുക. ഓക്കെ, മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് നമുക്ക് ബാക്കി അവിടെ എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? B = ഈ 4 ബാക്കിയുണ്ട്. 10ഉം 10⁻⁷ മൾട്ടിപ്ലൈ ചെയ്താൽ ബാക്കി ഒരു 10⁻⁻6 ഉണ്ടാവും. അത്രയും ടെസ്ല SI യൂണിറ്റ് എഴുതിയെന്ന് ഉറപ്പിച്ചോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് അതാണ്, ബിക്കോസ് ആംപിയർ സർക്യൂട്ട്. നമുക്ക് ടോപ്പിക് വൈസ് വീഡിയോസ് വേണം, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ചാപ്റ്റർ വൈസ് കിടക്കുന്നിടത്തുള്ള പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രിൻസിപ്പൾ എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ്, നമുക്ക് വേറെ വീഡിയോസ് ഉണ്ട്, ഡീറ്റെയിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ അതുപോലെ വൈവ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 4 × 10⁻⁶ ടെസ്റ്റിലെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാൽ എനിക്ക് ഇവിടുന്ന് ഈ രീതിയിൽ കാണിക്കാൻ പറ്റും. ഡയറക്റ്റ് സ്ട്രൈറ്റ് നേരിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്കാണല്ലോ കറണ്ട് ഒഴുകുന്നത്. ഓക്കെ, കറണ്ട് ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമ്പ് ഫിംഗർ താഴേക്ക് വെക്കണം. അപ്പോൾ തമ്പ് ഫിംഗർ താഴേക്ക് വെക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഓക്കെ കറണ്ടിൻ്റെ ഡയറക്ഷന് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് വെച്ചാൽ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ വെക്കുമ്പോൾ നമ്മൾ തമ്പ് താഴേക്ക് ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ ഫോൾഡഡ് ഫിംഗർ ഈ ഭാഗത്താണ് ഈസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ ഫിംഗർ റൈറ്റ് ഹാൻഡ് ആണ് കേട്ടോ. റൈറ്റ് ഹാൻഡിൽ തമ്പ് താഴേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത് നിങ്ങളുടെ നേരെ പുറത്തേക്കല്ലേ വരിക? നേരെ പുറത്തേക്കാണ് വരുന്നുണ്ടാവുക. അതായത് ആ പ്ലെയിനിൽ നിന്നും പുറത്തേക്കാണ് വരുന്നുണ്ടാവുക. അതിനെ നമ്മളെന്ന് വിളിക്കും നോർമലി അപ്പ് വേർഡ് എന്നാണ് വിളിക്കുക. അതായത് എങ്ങനെ അപ്പ് വേർഡ് എന്ന് വിളിക്കും? വെർട്ടിക്കലി അപ്പ് വേർഡ്. അതായത് ഈ ഒരു പ്ലെയിനിൽ നിന്നും പുറത്തേക്കാണ് അത് വരുന്നത്. ദാറ്റ് മീൻസ് അതിനെ നമ്മൾ വിളിക്കുക വെർട്ടിക്കലി അപ്പ് വേർഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം? ഔട്ട്സൈഡ് ഇൻസൈഡ് എന്നല്ല വിളിക്കുക. വെർട്ടിക്കലി ആരാണത്? അപ്പ് വേർഡാണ്. ഇതേ സമയം സൗത്ത് ടു നോർത്ത് ആയിരുന്നുവെങ്കിലോ നേരെ തിരിച്ചിട്ട് വരിക അല്ലെ, ഉള്ളിലേക്കാണ് പോകാൻ. വെർട്ടിക്കലി ഡൗൺ വേർഡാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരിക നോർത്ത് ടു സൗത്ത് ആകുമ്പോൾ ഇവിടെ നിന്ന് ഉള്ളിൽ നിങ്ങൾ പുറത്തേക്കാണ് വരിക. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എന്നുള്ളത് ഈ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് നോക്കുമ്പോൾ അത് എങ്ങോട്ടേക്കാണ്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് നോക്കുമ്പോൾ അത് എങ്ങോട്ടേക്കാണ്? അപ്പ് വേർഡാണ്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്സൈഡ് ഡയറക്ഷനിലേക്കാണ് അത് വരുന്നുണ്ടാവും. അതോടെ വെർട്ടിക്കൽ അപ്പ് വേർഡ് എന്നാണ് അത് നമ്മൾ വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ 4.3 എന്ന് പറയുന്ന ഇൻസൈഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൊട്ട് മുമ്പ് പറഞ്ഞാൽ എന്ത് ഡൗട്ടോ കാര്യങ്ങളാണ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എന്ത് ഡൗട്ടാണെങ്കിൽ അത് ഏത് വീഡിയോ ആണെങ്കിലും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കണം കേട്ടോ. സോ നെക്സ്റ്റ് സെഷൻ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.